ദുർബലനെന്നും സംഘപരിവാർ ആക്ഷേപിച്ച മൻമോഹൻ സിംഗ് എല്ലാ പത്രക്കാരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം വന്ന് എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുത്തത് 117 തവണ. വിദേശ യാത്രകൾ കഴിഞ്ഞു വരുമ്പോൾ കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതുകൊണ്ടുണ്ടായിട്ടുള്ള സന്ദർശനത്തിന്റെ ഇടവേളയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് 72 തവണ ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആനുവൽ പ്രസ് മീറ്റ് 10 വർഷം കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലും വിസിറ്റ് ചെയ്യുമ്പോൾ 23 തവണ പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് മാനിഫെസ്റ്റോവുമായി ബന്ധപ്പെട്ട പ്രസ് മീറ്റ് 12 തവണ. അങ്ങനെ 117 തവണ മാധ്യമങ്ങളെ കണ്ട ധീരനായ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു മൻമോഹൻ സിംഗ്. ഒരു വട്ടം പോലും 12 വർഷത്തിനിടയിൽ ഒരു വട്ടം പോലും പത്രക്കാരെ കണ്ട് സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത ഭീരുവിന്റെ പേരാണ് നരേന്ദ്രമോദി. പാർലമെന്റിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ആക്ഷേപിക്കല്ലേ. ജന്മന ഇല്ലാത്തൊരു സാധനമാണ് ഈ RSS BJP നട്ടല് കാരണത്. അത് ഇവിടെ മിസ്സായിക്കണത് അതുകൊണ്ട് മാത്രമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അറിയാം തൻ്റെ അടുത്തോടെ പോയിട്ട് ഏത് ന്യൂസിൻ്റെ മുന്നിലും ചെന്നിട്ട് തൻ്റെ അടുത്തോടെ പറയാൻ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ മോദിജിക്ക് ഈ പബ്ലിസിറ്റി ഒന്നും അധികം ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ മോദി മീഡിയ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എന്തിനു പേടിക്കണം? ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ പറയണ രീതിയിൽ ഞങ്ങളോട് ചോദ്യം ചോദിക്കണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ. എന്നിട്ടും ഞങ്ങൾ എന്താ വരാത്തത്? പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചോദ്യം ചെയ്യുന്ന കുറച്ച് ആൻറ്റി ഇന്ത്യൻസ്, ദേശദ്രോഹികൾ, തീവ്രവാദികളൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യനെ നശിപ്പിക്കാനുള്ള കുറച്ച് ആൾക്കാർ. അവരെ വായടിപ്പിക്കാൻ RSSനും BJPക്കും ഒക്കെ അറിയാം. പിന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട. ഞങ്ങൾ പബ്ലിസിറ്റി ആഗ്രഹിക്കാത്തതുകൊണ്ട് മാത്രമാണ് ന്യൂസിൻ്റെ ഒന്നും മുന്നിൽ വരാത്തത്. അത് മനസ്സിലാക്കിയാൽ